സ്ത്രീകളെ വെല്ലുന്ന അതായത് സ്ത്രീകളെ വെല്ലുന്ന സൗന്ദര്യത്തോടുകൂടി രണ്ട് പുരുഷാംഗനമാരാണ് നമ്മളോടൊപ്പം ഇപ്പം നിൽക്കുന്നത്. ഇവർ അമ്മയോടുള്ള വളരെ ആത്മീയ ചൈതന്യം, അതായത് ആത്മസംതൃപ്തി നേടിയിട്ടുള്ളവരാണ്. മുന്നേയും ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും അവരമ്മയുടെ തിരുസന്നിധിയിൽ എത്തിയിരിക്കുന്നത്. എന്താണ് ഈ അമ്മയോടുള്ള ഇത്രമാത്രം ഒരു ആത്മീയമായിട്ടുള്ള ഒരു ബലിഷ്ഠത വരാൻ കാരണം? ഞാൻ ഇത് പറഞ്ഞു കേട്ടിട്ടുള്ളായിരുന്നു, ഇപ്പോൾ അനുഭവിച്ചിട്ട് ഞാൻ പറയുകയാണ്. സംഭവം എന്താ വെച്ചാൽ, എൻ്റെ ഫ്രണ്ടാണ് ആദ്യമോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. എൻ്റെ കല്യാണമായിരുന്നു ആദ്യം. കല്യാണം എന്നാലും ഞാൻ ഗൾഫിലായിരുന്നു. ഗൾഫിലാകുമ്പോൾ ജാതകം ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, എനിക്ക് ക്യാൻസർ അടിച്ച് വന്നായിരുന്നു. പിന്നെ ജാതകം 3 വർഷം ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പിന്നെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ എടുക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആഗ്രഹം സാധിച്ചു. 3 കൊല്ലം ഞാൻ എടുത്തു. അത് കഴിഞ്ഞ് തന്നെ ഇപ്പോൾ എനിക്ക് മോളായതുകൊണ്ട് 3 കൊല്ലം ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. എൻ്റെ 2ാമത്തെ വർഷമാണ്. അടുത്ത വർഷം കൂടെ എനിക്ക് വരാനുണ്ട്. അതായത് നമ്മൾ ഉദ്ദേശിച്ച ഒരു സാധ്യത നടന്നാൽ അമ്മയടുത്ത് വരുമെന്ന് പറഞ്ഞിരുന്നു. അത് നടന്നു. അമ്മയെ കണ്ടു. 3 തവണ എടുക്കുമെന്ന് പറഞ്ഞു. ഇനി 1 തവണ ഇവിടെ തീർത്തും എടുക്കും അല്ലേ? അതുകൂടെ കഴിഞ്ഞാൽ എന്താണ്? ഞാൻ 8 വർഷമായി വരുന്നത്. ഞാൻ നൃത്ത അധ്യാപകനാണ്. ഞാനിപ്പോൾ 8 വർഷം സ്റ്റേറ്റ് ലെവലിൽ പോകുന്നുണ്ട്. പിന്നെ എല്ലാ സൗഭാഗ്യവും അമ്മൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. കോഴിക്കോട്. ഇത് അതെ, എല്ലാ വർഷവും ഞാൻ വരുന്നുണ്ട്. 8 വർഷം ഇപ്പോൾ തുടർച്ചയായിട്ട് വരുന്നു. 8 വർഷം എനിക്കിവിടെ വന്നതുകൊണ്ട് ഭാഗ്യവും സന്തോഷവും എല്ലാം ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പം തന്നെ നിങ്ങളെ കാണുമ്പോൾ തന്നെ ആ ഒരു സ്ത്രൈണത ശരിക്കും മുന്നിട്ട് നിൽക്കുകയാണ്. ആ സ്ത്രൈണത അത് പൂർണ്ണമായി നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ? ഇവിടെ വരുമ്പോൾ ഓക്കെ. പിന്നെ നമ്മളെ പാരൻസിൻ്റെ അടുത്ത് നമ്മളെ കുടുംബത്തിൻ്റെ അല്ല അവിടെ എത്തുമ്പോൾ നമ്മളെപ്പോഴാണ് ആണത്തിൻ്റെ തന്നെ പുരുഷൻ തന്നെ. എന്താ വെച്ചാൽ നമ്മൾ എടുക്കുന്ന ജോലി ഇപ്പോൾ ഒരു ഡാൻസ് മാഷ് ആണെങ്കിലും പക്ഷേ നമ്മൾ ആ ജോലി മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഇവിടെ സ്ത്രീവേഷം ഇട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് 2 ദിവസം എടുക്കുമ്പോൾ മാത്രം നമുക്കിവിടെ ഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്തിരി മാറണം. ഓക്കെ. അപ്പോൾ ആ ഒരു വിശ്വാസം ഇനിയും തുടർന്നുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. താങ്ക്സ്. ഇപ്പം കൂട്ടത്തോടെയാണ് നമ്മുടെ അടുത്ത് പുരുഷാംഗനമാർ ഇവിടെ നിൽക്കുന്നത്. അമ്മയോടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു പ്രത്യേകത, ആ ഒരു ഭക്തി, അതിൻ്റെ ഒരു സാന്ദ്രത, ഇതെല്ലാം മുൻനിർത്തിയാണ് നിൽക്കുന്നത്. എല്ലാവർക്കും അമ്മയോടുള്ള ആ ഒരു വാത്സല്യം, സ്നേഹവും, ആ കടപ്പാടും. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എല്ലാ വർഷം വരുന്നത്. ഇതിൻ്റെ പൊരുളെന്ന് പറഞ്ഞതിൽ ആണുങ്ങൾക്ക് മാത്രമേ പെൺവേഷം കെട്ടി വിളക്കെടുക്കാൻ പറ്റുള്ളൂ. അതാണ് ചമയവിളക്ക്. ചമയണം. പെണ്ണുങ്ങൾക്ക് ചമയേണ്ട ആവശ്യമില്ലല്ലോ. ആണുങ്ങൾ നന്നായിട്ട് ചമയണം. വേണ്ട ഇതുപോലെ ഇതുപോലെ ചമഞ്ഞിട്ട് വേണം വിളക്കെടുക്കുക. അതാണ് ചമയവിളക്ക്. അത് ചമയവിളക്കിൽ കാക്കവിളക്കെടുക്കും, താളവിളക്കെടുക്കും. അപ്പോൾ അത് വിശ്വാസത്തോടു കൂടി അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു കാര്യമാണ്. അത് മനസ്സിൽ നിന്ന് ഭക്തി ഉണ്ടാകണം, വിശ്വാസം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ ചമയവിളക്കിന് പ്രാധാന്യമുള്ളൂ. അപ്പോൾ അത് നല്ല രീതിയിൽ ഭക്തിയാദരപൂർവ്വം നമ്മൾ എടുക്കുന്നു, ആഘോഷപൂർവ്വം അതിനെ കൊണ്ടാടുന്നു. ലക്ഷങ്ങളോളം വരും ഈ മേക്കപ്പിന്. നല്ലൊരു അഭിപ്രായമാണല്ലോ ഈ പറഞ്ഞത്. അപ്പോൾ അത്രയൊരു അഭിപ്രായം വന്നത് അമ്മയുടെ ആ ഒരു ആദിപരാശക്തിയാണ്. ഇത് ചോറ്റാനിക്കര അമ്മ തന്നെയാണ് ഈ കൊറ്റംകുളങ്ങരയിൽ ഇരിക്കുന്നത്. ഈ ചോറ്റാനിക്കര അമ്മ ആദിപരാശക്തി ലോകമാതാവാണ്. ഈ ലോകമാതാവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം
ഈ ഭഗവതി സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ മതസ്ഥർക്കും ജാതി മത ഭേദമന്യേ ഭാഷ എല്ലാം മറന്നിട്ട് ആദിപരാശക്തി എല്ലാവർക്കും ഐശ്വര്യം നൽകുന്നു. ആദിപരാശക്തി ശക്തി എന്ന് പറയുന്നത് ശിവൻ്റെ ഒരു ഭാഗമാണ്, അതായത് തൃശൂലത്തിൻ്റെ ഒരു ഭാഗമാണ് ശക്തി. സിംഹത്തിൻ്റെ മുകളിലിരിക്കുന്ന ദേവിയാണ് ആദിപരാശക്തി. ആ ശക്തിയാണ് ഇവിടെ കൊടികൊള്ളുന്ന കൊറ്റംകുളങ്ങര ഭഗവതി. അത് തന്നെയാണ് ചോറ്റാനിക്കരമ്പിൽ, അത് തന്നെയാണ് മൂകാംബിക. സരസ്വതി ദേവിയാണ് മൂകാംബിക അമ്മ. അത് ആദിപരാശക്തി സരസ്വതിയാണ്, ലക്ഷ്മിയാണ്, ഭദ്രകാളിയാണ്, ദുർഗയാണ്, എല്ലാമാണ്. മണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലാം ഭഗവതി ശക്തിയാണ്. സ്ത്രൈണത, ശരിക്കും ഒരു സ്ത്രൈണ ഭാവമാണ് ഈ നിൽക്കുന്നത്. എന്താണ് ഇത്രയും ഒരു സ്ത്രൈണ ഭാവത്തിന് കാരണം? ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് വരുന്നതാണത്. അത് ആ ഒരു സമയത്ത് വരുന്ന ഒരു പ്രത്യേകതയാണ്. അതെ, അത് ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അത്ര തന്നെ. എന്താണ് പറയാനുള്ളത്? എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഇവിടെ. കാരണം എനിക്ക് ഒരു മോളോ ഒരു മോനോ ഇല്ലായിരുന്നു. ഇവിടെ വന്ന് വഴിപാട് നേർന്നു. ഇവിടെ വന്ന് വഴിപാട് നേർന്ന ഉടനെ തന്നെ ഞങ്ങൾക്ക് പിറ്റേ വർഷം തന്നെ ഒരു കുട്ടി, 11 വർഷം കഴിഞ്ഞ് എനിക്കൊരു കുട്ടി ജനിച്ചു. കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ എന്നിട്ടും പറ്റിയില്ലായിരുന്നു. കുട്ടി ജനിച്ച് കുട്ടിക്ക് 3 വയസ്സ് കഴിയണവരെ എനിക്കിവിടെ വരാൻ സാധിച്ചില്ല. വീണ്ടും അമ്മ എന്നെ ഓർമ്മിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നു. ഇപ്പോൾ 5 വർഷമായിട്ട് സ്ഥിരം വിളക്കെടുക്കുന്നുണ്ട്. മോൾക്കിപ്പോൾ 7 വയസ്സായി. ഇനിയും എടുക്കാനാണ് താല്പര്യം. ഇനി മോളെ കൊണ്ടുവരണം. അപ്പോൾ അമ്മയിലെല്ലാം അർപ്പിക്കുകയാണ്. ഈ അഭിപ്രായം തന്നെയാണ് അവിടെ പറയണം. അതെ, എനിക്കും അത് തന്നെ പറയാനുള്ളത്. ഞാനിവിടെ ആദ്യം വിളക്കെടുക്കാൻ വേണ്ടി ഒരു ജോലിക്കാർക്ക് വേണ്ടിയിട്ട് വക്കീലന്മാർ, SIമാർ, ഡോക്ടർമാർക്ക് മേക്കപ്പ് ചെയ്യേണ്ടി വന്നത്. പിറ്റേ വർഷം ആ വർഷം തന്നെ എനിക്ക് ഇവിടെ വന്ന് പിറ്റേ വർഷം തന്നെ ഈ വിളക്കെടുക്കണം എന്നുള്ളൊരു തോന്നി. അതുകൊണ്ട് ഞാനിപ്പോൾ 5ാമത്തെ വർഷമാണ് ഇവിടെ വിളക്കെടുക്കുന്നത്. എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പാടുന്നതായിരിക്കും ദേവിയെ സ്തുതിച്ച്. ആദ്യം ഗണപതി സ്തുതി, അത് കഴിഞ്ഞ് ഭഗവതി സ്തുതി, അത് കൃഷ്ണസ്തുതി. ഇപ്പം സ്തുതിച്ച് ഇന്നലെ പാടിയായിരുന്നു. ഇന്ന് ഈ നടന്നേരം നിന്ന് ഞങ്ങൾ പാടുന്നതായിരിക്കും ഇപ്പം തന്നെ. ശ്രീ മഹാ ഗണപതിരവതുമാ, ശ്രീ മഹാ ഗണപതിരവതുമാ, സിദ്ധിവിനായകോ മാതംഗമുഖ ശ്രീ മഹാഗണപതി രവതുമാ, സിദ്ധിവിനായകോ മാതംഗമുഖ ശ്രീ മഹാഗണപതി രവതു മാ. സംഗീതത്തിൻ്റെ സാർവഭൗമ്യതയും ഇതിനകത്ത് വന്നിരിക്കുകയാണ്. ഹിമാദ്രി സുതേ പാഹി മാം വരദേ പരദേവതേ, 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 ഹിമാദ്രി സുതേ പാഹി മാം പാഹി മാം. സംഗീതത്തിലും വളരെയേറെ സംഭാവന കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞെന്നുള്ള ഇവിടെ ഉണ്ടോ? ഇല്ല. ഓക്കെ എല്ലാ പ്രിയമാം രൂപം ഞാൻ ചമഞ്ഞിടാം, രാത്രിയിൽ കുത്തുവിളക്കു ദീപം തരാം, ശാന്തി മന്ത്രം പോലെ കാതിലോതിടാം, ചന്ദനക്കുറി എന്നെ കാത്തുകൊള്ളണേ, ശാന്തി മന്ത്രം പോലെ കാതിലോതിടാം, ചന്ദനക്കുറി എന്നെ കാത്തുകൊള്ളണേ. മണ്ണിലെ ബിംബമായുയർന്നതല്ലേ പരിപാലിച്ച കുരുത്തോല പന്തലിൽ,
കണ്ടാടി വരുന്നു മുന്നിൽ. വർണ്ണങ്ങളാം കരകൾ കുതിരയെ അണിഞ്ഞു തരും കണ്ടാടി വരുന്നു മുന്നിൽ. അലയുന്ന മനസ്സിന് സ്നേഹം പൂജിക്കാൻ എൻ്റെ ജീവരാഗം എന്നും നിലയ്ക്കാതെ കാക്കണേ. അലയുന്ന മനസ്സിന് സ്നേഹം പൂജിക്കാൻ എൻ്റെ ജീവരാഗം എന്നും നിലയ്ക്കാതെ കാക്കണേ. മണ്ണിലെ ബിംബമായി ഉയർന്നതല്ലേ പരിപാലിച്ച കുരുത്തോല പന്തലിൽ. കുടികൊണ്ട് കുറ്റം കുളങ്ങര അമ്മയും കുളിർത്ത വിളിയിൽ കുളിരേകി അമൃത് കണ്ടു തൊഴുതു. മണ്ണിലെ ബിംബമായി ഉയർന്നതല്ലേ പരിപാലിച്ച കുരുത്തോല പന്തലിൽ. രൂപം കണ്ണിൽ നിറയണം ശീലംബോലിയിൽ ചേതന പാടിയുണരാ. ആ രൂപം കണ്ണിൽ നിറയണം ശീലംബോലിയിൽ ചേതന പാടിയുണരാ. നിന്നാമോർത്തു പാടാനാ ദേവിയൻ മനസം തുടികൊട്ടിടുന്നേ. നിന്നാമോർത്തു പാടാനായി ദേവിയൻ മാനസം തുടികൊട്ടിടുന്നേ. അമ്മയ്ക്കു മുന്നിലായി അർച്ചന ചെയ്തിടാം ഒറ്റം കുളങ്ങര വാഴും ഭഗവതി. അമ്മയ്ക്കു മുന്നിലായി അർച്ചന ചെയ്തിടാം ഒറ്റം കുളങ്ങര വാഴും ഭഗവതി. ആരൂപം 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 കണ്ണിൽ നിറയണം ശീലംബോലിയിൽ ചേതന പാടിയുണരാ. ഇന്നലെ തന്നെ ഒന്ന് രണ്ട് സ്പെയിൻകാർ കാനഡയിൽ നിന്ന് വന്നിട്ടുള്ള പല ആളുകളും അമ്മയ്ക്ക് പുരുഷാങ്കനമാരുടെ വേഷത്തിൽ ചമയവിളക്കെടുക്കുന്ന കാഴ്ചയാണ്. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം മലയാളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും അമ്മയ്ക്ക് ചമയവിളക്കെടുക്കുന്നതിന് വ്യത്യസ്തരായ പല തരത്തിൽ ജോലിയുള്ള ആൾക്കാർ വന്ന് ചമയവിളക്കെടുക്കുന്നു. നമ്മുടെ ACV തത്സമയം സംപ്രേഷണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പല ഇൻ്റർവ്യൂവിലും കേൾക്കാൻ കഴിയുന്നത് അവർക്ക് കിട്ടിയ ജോലിയുടെ ആകാം, അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ കുഞ്ഞുങ്ങളുണ്ടായതാവാം. ഇങ്ങനെ പല കാരണങ്ങൾ. ആ കാരണങ്ങളൊക്കെ തീർച്ചയായും അമ്മയുടെ മുമ്പിൽ കൈകൂപ്പി ചമയവിളക്കെടുത്തുകൊള്ളാം എന്ന് നേർന്നതിന് ശേഷം മാത്രമാണ്. ഇതിപ്പോൾ ACVയിലൂടെ ഇത് തത്സമയം കാണിക്കുമ്പോൾ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ആവേശത്തോടു കൂടിയുള്ള പുരുഷാങ്കനമാരുടെ ഒരു വലിയ പ്രവാഹമാണ് ക്ഷേത്രാങ്കണത്തിലുള്ളത്. ഇത് ഞങ്ങൾ പറയുമ്പോൾ പോലീസിൻ്റെ സംയമനം, അതുപോലെ തന്നെ കമ്മിറ്റിയുടെ സംയമനം, ആളുകൾ പരസ്പരം സംയമനം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി അല്ലെങ്കിൽ ഇത് ചമയവിളക്ക് ഇവിടെ വൃത്തിയായി നടക്കുന്നത്. പരസ്പരം സ്നേഹത്തോടു കൂടി അത് വ്യത്യസ്ത മതസ്ഥരായിട്ടുള്ള ആൾക്കാർ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തോടൊപ്പം തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ട്. തീർച്ചയായും വരും നാളുകളിൽ ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലോകോത്തരമായി ഇത് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാതൃഭാവം നിനക്കാത്മഭാവം ഭക്തരക്ഷ ചെയ്തിടുന്നോരമ്മ
രക്ഷ ചെയ്തിടുന്നോരാഗ്രഭാവം. നീ വസിക്കും മണ്ണിൽ ജന്മപുണ്യം തേടി എത്തിടും ഞങ്ങളെ തമ്പുരാട്ടി. നീ വസിക്കും മണ്ണിൽ ജന്മപുണ്യം തേടി എത്തിടും ഞങ്ങളെ തമ്പുരാട്ടി. കൊറ്റൻ കുളങ്ങര തമ്പുരാട്ടി. പണ്ടൊരു നാൾ ചില ബാലകർ മുൻപിലായി കല്ലായി അവതാരം ചെയ്തു ദേവി. കുട്ടികൾ തൻ കളിമുറ്റത്തു ദൈവമായി അന്നു കുടികൊണ്ടതല്ലയോ നീ? കേളികളാസ്വദിച്ചില്ലയോ നീ? പണ്ടൊരു നാൾ ചില ബാലകർ മുൻപിലായി കല്ലായി അവതാരം ചെയ്തു ദേവി. പൗരുഷത്തിന് വിട നൽകി വീണ്ടും പുരുഷാംഗനയായി തിരുസന്നിധിയിൽ. പൗരുഷത്തിന് വിട നൽകി വീണ്ടും പുരുഷാംഗനയായി തിരുസന്നിധിയിൽ. 5 തിരികളാൽ ദീപം തെളിച്ചമ്മേ, അഞ്ജലി കൂപ്പി ഞാൻ നിന്നു. പൗരുഷത്തിന് വിട നൽകി വീണ്ടും ക്ഷണം ആനന്ദമാകുമീ അടിയങ്ങൾക്കെന്നും അഭയമമ്മേ. പാരിലെ പാലൊളിയാകുന്നൊരമ്മേ, പാപിയാം പതിതനു മുക്തിയേകൂ. കൊറ്റൻകുളങ്ങര ദേവി അമ്മ തൻ ദർശനം ആനന്ദമാകുമീ അടിയങ്ങൾക്കെന്നും